ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം കേട്ടോ. ഇന്ന് ഞങ്ങൾക്കൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന്. എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി, എന്നാലും സാരില്ല. നമ്മൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെ നിന്നൊരു ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ എടുക്കും. പിന്നെ വൈകി എഴുന്നേറ്റതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഊബറിന് പോവാം, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എത്തുമല്ലോ. ഊബറിലായതുകൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടോ. ബേസിക്കലി നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു കോമിക് സ്റ്റോറിലാണ് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഈ കോമിക് ബുക്സ് ഇതിൻ്റെയൊക്കെ ഭയങ്കര ഫാനാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്തായാലും ഫസ്റ്റ് ടൈം നമ്മൾ അവിടെ എത്തിയപ്പം ആദ്യം തന്നെ തപ്പിയത് ഇവിടെ അടുത്ത് എവിടെയാണ് റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഗൂഗിൾ നോക്കിയപ്പം അത്യാവശ്യം നല്ലൊരു റിവ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്, ടിക്ക നേഷൻ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പം കുഴപ്പമില്ല, നല്ല റിവ്യൂ ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ താലിയും പിന്നെ ഒരു ലാം താലി പിന്നെ ഒരു ചാട്ട് ഐറ്റം ആയിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ചെറിയ ബൗളിലും ഇങ്ങനെ സമോസ, ക്യാരറ്റ് ഹൽവ, ചിക്കൻ കറി, വെജിറ്റബിൾ കറി എല്ലാം കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുവാണ്. എനിക്കാണെങ്കിൽ ഈ പരിപ്പ് കറിയും അച്ചാറും പപ്പടമൊക്കെ കണ്ടപ്പം ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരുന്ന ആ സമയം ഓർമ്മ വന്നേ. അന്നേരം നമ്മൾ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കറികളൊന്നും ഉണ്ടാവില്ല, ആകെ കുറച്ച് പരിപ്പ് കറിയും പിന്നെ റൈസും അച്ചാറും പപ്പടവും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് അതൊക്കെ ഓർത്തു. ബട്ട് എനിവേസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഈ പരിപ്പ് കറിയൊക്കെ കഴിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനിനി പരിപ്പ് കറി ഒന്നും കഴിക്കില്ല, അത്രയ്ക്ക് ഞാൻ വെറുത്തു പോയി. വെച്ചാൽ ഡെയിലി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ അത്രയ്ക്കും വെറുത്തു പോയൊരു സാധനമാണ്. പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും അറിയില്ല, നൊസ്റ്റാൾജിയാണോ എന്തോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവത്തിന്. സാധാ പരിപ്പ് കറിയാണ്, എന്നാലും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു സമൂസ ഉണ്ടായിരുന്നു. സമൂസ എനിക്ക് നാട്ടിൽ വെച്ചിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. പിന്നെ ഇതിപ്പോൾ എനിക്കറിയില്ല, 1 വർഷമൊക്കെ കഴിഞ്ഞു ഒന്ന് കിട്ടിയപ്പോഴത്തേക്കും. അപ്പം അതിൻ്റെ ആക്രാന്തമാണ് വീഡിയോയിൽ കാണുന്നത്. പിന്നെ ഞങ്ങളൊരു കടച്ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോഴേ നമ്മൾ അപ്പുറത്തെ പ്ലേറ്റിൽ നോക്കുകയാണ്, ആരൊക്കെ എന്തൊക്കെ ഓർഡർ ചെയ്തു, എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്നൊക്കെ നോക്കി ആലോചിച്ചൊക്കെയാണ് ചായയൊക്കെ കുടിക്കുന്നത്. ഇവിടെ UK ഞാൻ കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളത് കോഫി ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് കോഫിയാണ്. അവിടെ ചായ കിട്ടും, പക്ഷേ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പം ഞാനിങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പം ചായ അവൈലബിൾ ആണെങ്കിൽ വാങ്ങിച്ചു കുടിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു തനതായ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അത് ഫീൽ ചെയ്യാനായിട്ട്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി. അപ്പം ഈ കോമിക് സ്റ്റോർ എനിക്ക് തോന്നുന്നു 4 മണിക്ക് അടയ്ക്കും തോന്നുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി ലേറ്റ് ആക്കണ്ട, നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനൊരു ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഹസ്ബൻഡിൻ്റെ പുറകെ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡിന് എന്നെ വേണ്ട, ആരെയും വേണ്ട, അദ്ദേഹം വേറൊരു ലോകത്താണ്. അപ്പം ഞാൻ വിചാരിച്ചു, ബോറടിച്ചപ്പോൾ ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കൂട്ടാൻ തുടങ്ങി. എൻ്റെ കഠിന പ്രയത്നം കണ്ടിട്ടാന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന ആ ചേച്ചി പറഞ്ഞു, ഇഫ് യു ആർ പോസ്റ്റിംഗ് ദിസ് ഓൺ സോഷ്യൽ മീഡിയ പ്ലീസ് ഫീൽ ഫ്രീ ടു ടാഗ് അസ്. അപ്പം ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ്, വൈ നോട്ട്, ഇപ്പം ടാഗ് ചെയ്തേക്കാം. പാവം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, ഞാൻ ബിന്ദു വലിയൊരു യൂട്യൂബറാണ്, തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഒരു കമൻറ്റ് പറഞ്ഞത്. എന്തായാലും എൻ്റെ ഹസ്ബൻഡ് ഉദ്ദേശിച്ച ബുക്കുകളൊക്കെ കിട്ടി. പുള്ളി ഭയങ്കര ഹാപ്പിയായി. എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ സമയത്ത് ഈ ബാലരമയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തോരം ഹാപ്പിയാവും, അതേപോലെ എൻ്റെ ഹസ്ബൻഡ് ഇത്രയും എഫക്റ്റ് ഈ കോമിക് ബുക്സിന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിവേസ്, നമ്മൾ ഇപ്പം ഈ പോയ സ്റ്റോറിൻ്റെ തൊട്ട് പുറകിലൊരു ഭയങ്കര പുരാതനമായൊരു പള്ളിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെയും കൂടി പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ പേയ്മെൻറ്റ്സൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പം നമ്മളവിടെ എത്തി. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ഫ്ലാറ്റ്സ് ആയാലും അപ്പാർട്ട്മെൻറ്റ്സ് ആയാലും എല്ലാം ചെറിയ ചെറിയ റൂമുകളാണ്. എന്നിട്ട് അതിന് ഭയങ്കര ടാക്സുമാണ്. ഈ ടാക്സൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ ഈ പുറത്തേക്കുള്ള സംഭവങ്ങളൊക്കെ മോടി പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പള്ളിയുടെ സൈഡിലൊരു ആപ്പിൾ മരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിപ്പം റെഡ് ആപ്പിൾ ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, ആപ്പിൾ മരമാണെന്ന് വിശ്വസിക്കുന്നു. വലിയ ഐഡിയ ഒന്നുമില്ല. എനിവേ ഇത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ പള്ളിയുടെ. ഭയങ്കര വലിയ പള്ളിയാണ് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിങ്ങനെ ഇവരുടെ കുറേ വർക്കുകൾ കണ്ട് ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കാറുണ്ട് കേട്ടോ. എത്ര ഭംഗിയായിട്ട് ഇവർ ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നറിയോ. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് കൊയർ പ്രാക്ടീസ് നടക്കുമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, അധിക സമയം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നു. ഈ പള്ളിയുടെ ചുറ്റും വലിയ ഗ്രൗണ്ടാണ് കേട്ടോ, ഒരു വലിയ മൈതാനമാണ്.
ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു വാനിലാണെങ്കിൽ അവർ കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 24°C ആണ്. അത്യാവശ്യം ചൂടാണ്. സാധാരണ ഇവിടെ ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയാണ്. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് ചൂടൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നടക്കുമ്പം നല്ല സുഖമാണ് ആക്ച്വലി. അപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ഇനി അടുത്തത് പോകുന്നത് റോമൻ വാൾ ഓഫ് സെൻറ്റ് ആൽബൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ബേസിക്കലി അത് എന്താ പറയുക, ഒരു AD 270 ഇവർ പണിത ഒരു സിറ്റിയുടെ അവശിഷ്ടങ്ങൾ, ജസ്റ്റ് ഒരു വോൾ മാത്രമാണ്. എനിക്ക് കൂടുതൽ ഹിസ്റ്ററി ഒന്നും അറിയില്ല. അപ്പം അത് തൊട്ടടുത്താണ്, ഒരു 15 മിനിറ്റ് നടക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ അതും കൂടി പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ പോകുന്ന വഴിയിലെടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇതൊക്കെ കാട്ടുചെടികളാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ UK ക്ലൈമറ്റ് കുറേ അതിന് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്, നമ്മൾ എത്ര നടന്നാലും നമ്മൾ അധികം അങ്ങനെ ക്ഷീണിക്കാറില്ല. മേ ബി ക്ലൈമറ്റിൻ്റെയൊക്കെ ആയിരിക്കാം. അപ്പം എന്തായാലും നമ്മൾ അവിടെ എത്തി. ഈ റോമൻ വാൾ ഓഫ് സെൻറ്റ് ആൽബൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരിങ്ങനെ കുറച്ച് ഈ വൈൽഡ് ലൈഫിനെയൊക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് കുറച്ച് സംഭവമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഭയങ്കര നല്ല സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു സൈഡിൽ ലേക്കും മറ്റേ സൈഡിലൊരു ചെറിയ അരുവിയൊക്കെ പോലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അവർ കുറേ മത്സ്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. കുറേ മീനുകളുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ അതിൽ കൂടെയൊക്കെ കുറച്ച് നേരം നടന്നു. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം അവിടെ ഒരു ലിസ്റ്റ് അവർ എഴുതി വെച്ചിട്ടുണ്ട്, അവർ ഏതൊക്കെ സ്പീഷീസിനെയാണ് അവിടെ ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പ്രിസർവ് ചെയ്യുന്നതെന്ന്. അപ്പം അതിലൊരു 21 സ്പീഷീസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു 3-4 സ്പീഷീസിനൊക്കെ കാണാൻ പറ്റുള്ളൂ. താറാവ്, കൊളക്കോഴി, പാത്ത, പിന്നെ അരയന്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മുയൽ കുഞ്ഞുങ്ങൾ, പിന്നെ കുറച്ച് പ്രത്യേകതരം ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും കുറച്ച് സ്പീഷീസിനൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ. ചുമ്മാ ഇതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നേച്ചറിൽ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൂരെ കാണുന്ന ആ ഒരു വോളില്ലേ, ഒരു ചെറിയ വോൾ, അപ്പോൾ അതാണ് നമ്മളീ പറഞ്ഞ സംഭവം. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഗൂഗിൾ ചെയ്തെടുക്കണതാണ്. പുള്ളിക്ക് ഇങ്ങനെ ഈ പുരാതനമായ സംഭവങ്ങളോട് കുറച്ച് ഇഷ്ടമാണ്, അങ്ങനെ പോയി കാണാനും അതൊക്കെ. പക്ഷേ എനിക്കിഷ്ടം ഇതിൻ്റെ ഒപ്പമുള്ള ചുറ്റുമുള്ള ഈ നേച്ചറും അതിനോട് ഇണങ്ങിയ സംഭവങ്ങളൊക്കെ. കുറേ നേരം അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കാണാൻ വന്ന സംഭവം. ആകെ ഒരു ഭിത്തി മാത്രമേ ഉള്ളൂ. അതിലും എന്താ പറയുക, അധികമൊന്നും ശേഷിച്ചിട്ടില്ല. കുറേ ഭാഗങ്ങളൊക്കെ പോയി. എന്നാലും ഇപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ ഹിസ്റ്ററി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ അപ്പം ഫ്രണ്ടിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കുകയാണ്. ഒരു വലിയ ലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, ഭയങ്കര കാമാണ്. എന്താ പറയുക, എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഇതാ ഞാൻ പറഞ്ഞ മുയൽ കുഞ്ഞുങ്ങൾ. ഇവർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം അവർക്ക് ശീലമായിട്ടുണ്ടാവും ഇങ്ങനെ ഒത്തിരി പേരൊക്കെ കണ്ടുകൊണ്ട്. ഇപ്പോൾ ആൾക്കാരെ കണ്ടാലും അവരങ്ങനെ ഓടിപ്പോവുക അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് താറാവുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒത്തിരി താറാവുകളുണ്ട്, ഒത്തിരി മീനും അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായി. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് തിരിച്ചു വരണം. വീണ്ടും വിശപ്പിൻ്റെ അതിപ്രസരം നമ്മളെ മാടി വിളിച്ചു. നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ഷെയ്ക്കും പിന്നെ ചായ, പിന്നെ ഇത് ദഹിപൂയാണ് കേട്ടോ. ഇവരത് പ്രസൻറ്റ് ചെയ്തേക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഷോർട്സിൻ്റെ ഗ്ലാസ്സിൽ സോസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ കുടിച്ചപ്പോഴത്തേക്കും നമ്മൾ വാങ്ങണത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ഇവിടുത്തെ സായിപ്പന്മാരൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കണ്ടായിരുന്നു. അവർ ഈ ഷോർട്സിൻ്റെ ഗ്ലാസ് കണ്ടപ്പം ആൽക്കഹോളാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓർഡർ ചെയ്യണമെന്ന് തോന്നുന്നു. എനിവേസ് നമ്മളിങ്ങനെ പറഞ്ഞു ഇത് സംഭവം ഇന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ദഹിപൂരിയൊക്കെ ഓർഡർ ചെയ്തു, പാനിപൂരി ഓർഡർ ചെയ്തു, പിന്നെ ഒരു മദ്രാസ് കോഫി. അതൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്നതായതുകൊണ്ട് എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കത്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോരാനുള്ള സമയമായി. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 7 മണിയായി. പക്ഷേ നല്ല ലൈറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പം ഒരു 9 മണിയൊക്കെ ആവും ഇരുട്ടായി തുടങ്ങാൻ ആയിട്ട്. എന്തായാലും തിരിച്ച് ഞങ്ങൾ ഊബറൊക്കെ വിളിച്ച് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ എനിവേ ബൈ ബൈ, ടാറ്റാ.